ഉടുമ്പൻചോലയിൽ മുത്തശ്ശിയോടൊപ്പം കാണാതായ പിഞ്ചു കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഉടുമ്പൻചോല പുത്തൻപരക്കൽ ചിഞ്ചു സിജോ ദമ്പതികളുടെ 2 മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെയാണ് പുരയിടത്തിന് സമീപം തോട്ടുവക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടുമ്പൻചോല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇന്ന് പുലർച്ചയോടുകൂടി ജാൻസിയെയും കുഞ്ഞിനെയും കാണാതായിരുന്നു. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിൽ വീടിന് സമീപമുള്ള തോട്ടുവക്കത്ത് കുഞ്ഞിനെയും വല്യമ്മയെയും കണ്ടെത്തുകയായിരുന്നു. കുഞ്ഞിനെ ഉടൻ തന്നെ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല. മുത്തശ്ശിയെ രാജാക്കാട്ടിലെ ഗവൺമെന്റ് ആശുപത്രിയിലേക്കും തുടർന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്കും മാറ്റി. ഇവരുടെ നില മെച്ചപ്പെട്ടു. എൻ്റെ വീടിന് തൊട്ടടുത്ത് നടന്ന സംഭവമാണ്. ഏകദേശം 4:30 മണിയോടുകൂടിയാണ് ഒരുമിച്ച് ഉറങ്ങാൻ കിടന്നാണ്. 12 മണി വരെയും പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. മുത്തശ്ശിയും അതുപോലെ തന്നെ മകളും പേരക്കുഞ്ഞുകൂടെയാണ് ഉറങ്ങാൻ കിടന്നത്. ഏകദേശം 2 മാസത്തോളമായിട്ട് പ്രസവാനന്തരം വീട്ടിലുണ്ടായിരുന്നതാണ്. വീട്ടിൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളോ ഒന്നും ഉള്ളതായിട്ട് നിലവിൽ ഞങ്ങൾക്ക് ആർക്കറിവില്ല. ഈ അമ്മയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ മകളുടെ അമ്മ ആണ് കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്. കുഞ്ഞിനെ മരണപ്പെട്ട രീതിയിൽ കാണുന്നത്. ഏകദേശം വീടിനപ്പുറം ഒരു 100 മീറ്ററോളം അകലെ, അവിടെ നിന്നും താഴെ ഒരു 50 മീറ്ററോളം ആടിയിലായിട്ടാണ് രണ്ടുപേരെയും കണ്ടെത്തിയത്. ഇപ്പോൾ നിലവിൽ മുത്തശ്ശിക്ക് ബോധമുണ്ട്. പേരക്കുഞ്ഞ് മരിച്ചു കഴിഞ്ഞു. പക്ഷെ നിലവിൽ കുടുംബത്തിൽ യാതൊരു വിഷയങ്ങളില്ല. കുടുംബശ്രീയായിട്ടും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ തൊഴിലുറപ്പിലും പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ചോല പോലീസ് വന്നു. അവർ തന്നെയാണ് ബോഡി കണ്ടെടുക്കുകയും ചെയ്തത്. ഒരു 7:30യോടുകൂടി കുഞ്ഞിനെ നെടുങ്കണ്ടത്തേക്കും അമ്മയെ രാജാക്കട്ടേക്കുമാണ് കൊണ്ടുപോയത്. അമ്മ അസുഖമായിട്ട് വരുന്നു. കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. ഇന്നലെ രാത്രി 10:30 വരെ ജാൻസിയുടെ ഭർത്താവ് സലോമോനും മകൾ ചിഞ്ചുവും ഹാളിൽ ഇരുന്നിരുന്നു. ഇതിനുശേഷമാണ് ജാൻസിയെയും കുഞ്ഞിനെയും കാണാതാവുന്നത്. കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ജാൻസിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂവെന്ന് ഉടുമ്പൻചോല പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.